അതായത് എന്നെ ഇപ്പൊ പരിചയപ്പെടുത്തി. അയ്യൂബ് എന്നാണ് പേര്, കൊടുവള്ളിയാണ് സ്ഥലം. ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഞാൻ പ്രവാസിയായിരുന്നു. ഗൾഫിൽ സ്വന്തം ബിസിനസ് ആയിരുന്നു. മോശമല്ലാത്ത ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ അന്നപ്പോൾ ഉണ്ടായിരുന്നു. ഫാമിലി ഒരു 6 വർഷം അവിടെ സെറ്റിലാണ്. അങ്ങനെ നാട്ടില് വൈഫിന് ഡെലിവറിക്ക് വന്ന സമയത്താണ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. കുറച്ച് പ്രൊഡക്ട്സ് എടുത്തു. എൻ്റെ ഭാര്യയുടെ ആങ്ങളെ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനോട് തീരെ താല്പര്യമില്ല, സമ്മതമല്ലാതാണ് വീട്ടിൽ വന്നിട്ട് അപ്ലൈൻ ലീഡേഴ്സ് എന്നോട് ഇത് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ഇത് ലീഗലായിട്ടുണ്ട്, പ്രൊഡക്റ്റ് നല്ലതാണ്. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ്, അതായത് 30,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ബിസിനസ് ചെയ്യാനല്ല, വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രം, അത്യാവശ്യം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്രൊഡക്റ്റ് എടുത്തു, ഉപയോഗിച്ചു, നല്ല റിസൾട്ട്. ഫസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻ്റെ അലർജി കംപ്ലീറ്റ് മാറി. അതേപോലെ യൂറിക് ഫ്ലഷ്, ഉപ്പൻ്റെ യൂറിക് ആസിഡ് മാറി. അതിനുശേഷം മൈഗ്രെയിൻ പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് അതുകൂടെ മാറിയ സമയത്ത് ഇത് എന്ത് മഹാത്ഭുതമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 1-2 ട്രെയിനിങ്ങുകളൊക്കെ പങ്കെടുത്തു. ഇതേപോലത്തെ ഒരു ട്രെയിനിങ് ആണ് ആദ്യം പങ്കെടുത്തത്. അതിൽ ഒരുപാട് കാര്യങ്ങളും ഇതിന്റെ സാധ്യതകളും മനസ്സിലായി. അതിന് ശേഷം ഞാൻ അതേ മാസം തന്നെ എടുത്ത പ്രൊഡക്റ്റാണ്. ഇവിടെ നിങ്ങൾ 50,000 കുറെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി തന്നെ 2,70,000. അതിൽ ഒരേ മാസം 3 ലക്ഷം രൂപക്ക് പ്രൊഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ഈ ബിസിനസ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 50,000 ഒന്നുമില്ല, ശരിക്കും ഒന്നുമില്ല അല്ലെ. ഇപ്പൊ എന്റെ വീട്ടിൽ ഏകദേശം 1.5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് സ്റ്റോക്കിന്. ഞാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. വീട്ടിൽ നല്ലൊരു ഹോം ഷോപ്പ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് വീട്ടിൽ നടക്കാറുണ്ട്. ഇന്നും മെസ്സേജ് വന്നിട്ടുണ്ട്, ഓരോ പ്രൊഡക്റ്റുകളും ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അൻസാർ പറഞ്ഞ പോലെ കഴിഞ്ഞ 584-ാമത്തെ വീക്കില് ഈ 210 പ്ലാനിൽ കേട്ട സമയത്ത് അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രയാസം തോന്നിയത്. അത് വേണ്ടായിരുന്നു, 210 വേണ്ട, ബാക്കിയൊക്കെ ഓക്കെ. കാരണം എന്റെ നാട്ടിൽ മാസത്തിൽ 210 കിട്ടുന്ന 4 മാസം ഇതില്ല. പിന്നെ ഇങ്ങനെ ആഴ്ച 210, അത് എനിക്ക് മാത്രമാണോ? അല്ല, വരുന്ന ആളുകൾക്ക് മുഴുവൻ ഇതെനിക്ക് കൊടുക്കും. ഏതായാലും അത് മാറ്റി വെച്ചു. ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു 10,000 രൂപ എന്തെങ്കിലും നാട്ടിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല നാട്ടിൽ നിൽക്കണം അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ 584-ാമത്തെ വീക്കിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2 ലക്ഷത്തിനടുത്ത് ബിസിനസ് വോളിയം വാഷ് ഔട്ട് ആയിട്ടാണ് എന്ത് ചെയ്തത്. അത് 2.35 എനിക്ക് അന്ന് ആ മാസം കിട്ടുന്നത്, പക്ഷെ 2.10 മാത്രമേ കിട്ടും അല്ലേ. അങ്ങനെ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തു. എൻ്റെ കൂടെ വന്നിട്ടുള്ള റെജീന മേഡം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പം അപ്കമിങ് NTC-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വരുന്ന സമയത്ത് ഇതേപോലെ ഒരു ചെറിയ ശമ്പളത്തിന് ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. ഏകദേശം 1 ലക്ഷത്തിനടുത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാസ വരുമാനം അവർ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ കേട്ട കാര്യങ്ങൾ ഞങ്ങൾ ഫസ്റ്റ്, ഞാൻ റെജിനയോടും ഫസ്റ്റിൽ RTP പങ്കെടുത്ത സമയത്ത് പ്രധാന സെഷൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു ആരെന്നറിയോ, ഇന്ന് ഇവിടെ കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുള്ള സൈലസാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ് ഒക്കെയാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തി, ശരിക്കും ഉപയോഗപ്പെടുത്തി. തുടക്കത്തിൽ പല സമയത്തും വിചാരിച്ച് നിർത്തി വെച്ചാലോ, പക്ഷെ സാധ്യതകൾ മനസ്സിലായതിനു ശേഷം നിർത്താൻ ഞങ്ങൾ തയ്യാറായില്ല. സീരിയസ് ആയിട്ട് തന്നെ പോയി. ആദ്യത്തെ 1 മാസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, 2ാമത്തെ മാസം ഞാൻ വിറ്റത് 2 പേസ്റ്റാണ്. കാരണം എനിക്കൊരു മടി ഇത് ആളുകൾ പറയാനും കൊടുക്കാനൊക്കെ. ഇന്ന് ഒരു ആഴ്ചയിൽ ഏറ്റവും ചെറിയ 500 മേലെ പേസ്റ്റ് മാത്രം എൻ്റെ ടീമിൽ പോകുന്നതിനെ കണക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഏറ്റവും ചെറിയ 500 മേലെ ഹെർബൽ പേസ്റ്റ് മാത്രം, ബാക്കിയുള്ള പ്രൊഡക്റ്റൊക്കെ വേറെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും, ഈ ബിസിനസ് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഓടും. പട്ടത്തിന് നൂല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് വിടുന്ന ഒരു പോക്കില്ലേ. ഇതേപോലെ നിങ്ങൾ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടൊക്കെ പോയി പിന്നെ നിങ്ങൾ തലക്കുന്ന സ്വപ്നം വേറെ കാണാം അല്ലെ. നേരത്തെ സൈലസാർ പറഞ്ഞ മാതിരി സ്വന്തം ജെറ്റും നിങ്ങൾ സ്വപ്നം ഇപ്പൊ കാണില്ല, പക്ഷെ പിന്നീട് അത് കാണേണ്ട അവസ്ഥയിലേക്ക് ഇത് വരും. ആ ലെവലിലേക്കുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഇവിടെ ഇന്നും നിലയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, തേച്ച് പോവാതെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. ഈ പറയുന്ന 50,000 അല്ലെങ്കിൽ 1 ലക്ഷത്തിനുള്ള സെയിൽ ക്ലോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടും. എന്തുകൊണ്ടാണ് ഞാൻ 30,000 എടുത്ത ഞാൻ വീണ്ടും 2,70,000 എടുത്തെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് 30,000 എനിക്കന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ 2,70,000 ഞാൻ എടുത്താൽ ഞാൻ സീരിയസ് ആവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ 5,000 കൊടുത്തിട്ട് നിങ്ങൾ സീരിയസ് അല്ല. കാരണം 4 പേസ്റ്റും 2 കപ്പിലും 2 ഹെയർ ഓയിലും 2 ഷാമ്പൂ ഒക്കെ ഉള്ളൂ. ഇത് ആർക്കും വിറ്റില്ലെങ്കിലും 2-3 മാസം കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച് തീർക്കാം. അതുകൊണ്ട് നട്ടല്ല, അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആവുക. നിങ്ങൾ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മുതൽ നടക്കണം. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗൾഫിൽ പോകുന്ന സാമ്പത്തികം വളരെ പ്രയാസമായിരുന്നു. എൻ്റെ നാട്ടിൽ 2 ആളുകൾ ഗൾഫിൽ പോയി. ആ 2 ആളുകൾ ഒരു അനുഭവം പറഞ്ഞുതരാം. ഒന്ന് ഞാനാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കടം വാങ്ങിയിട്ടാണ് ഗൾഫിൽ പോയത്. അവിടെ എത്തിയ സമയത്ത് ഭാഷ മനസ്സിലാവുന്നില്ല, പിന്നെ കാലാവസ്ഥ ക്ലിയർ ആവുന്നില്ല, തിരിച്ചു പോകണമെന്ന് തോന്നി. പക്ഷെ കടം വാങ്ങിയല്ലേ പോകുന്നത്, തിരിച്ചു പോകാൻ പറ്റില്ല അല്ലെ, പിടിച്ചു നിന്നു. ഈ കടം വീടിയ തൊട്ടടുത്ത ഫ്ലൈറ്റിൽ നാട്ടിൽ പോകണമെന്ന് വിചാരിച്ചു. 6 മാസം കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി, കാലാവസ്ഥ റെഡിയായി തുടങ്ങി, പിടിച്ചു വന്നു. 4.5 വർഷം ഒറ്റ നിൽക്കൽ നിന്നു, സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, കാര്യങ്ങളൊക്കെ സെറ്റിലായി. 2ാമതൊരാൾ വരികയാണ്, അതിൻ്റെ അളിയനാണ്, ഭാര്യനാണ്, വൈഫ്, പെങ്ങള് ഭർത്താവ്.
ഇയാൾ വരുന്ന ഉറുപ്പ് മുടക്കില്ല നിന്റെ സ്വന്തം കടയിലേക്ക്. ആള് വന്ന് രണ്ടാമത്തെ മാസം തിരിച്ച് നാട്ടിലേക്ക് പോയി. കാരണം അദ്ദേഹത്തിന് എന്തില്ലായിരുന്നു? മുതൽ മുടക്കും ബാധ്യതയില്ലായിരുന്നു. എനിക്കോ മുതൽ മുടക്കും ബാധ്യതയുണ്ടായിരുന്നു. അപ്പൊ ഈ ബാധ്യതയാണ് നാളെ ചെയ്യുന്നത് നമ്മളെ വിജയിപ്പിക്കുന്നത്. ഓക്കെ, ഏതായാലും ഞാൻ കൂടുതൽ ദീപിക്കുന്നില്ല. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്നും വിശ്വാസം